അതിനൊരു മാന്യമായ തുക തീരുമാനിച്ച് അത് കൊടുക്കണം. ഇതാണ് ഞങ്ങൾ വെച്ച നിർദ്ദേശം. പക്ഷേ ഇന്നലെ DLO ഓഫീസിൽ ചർച്ചയ്ക്ക് വെച്ചത് ഈ കോടിക്കണക്കിന് രൂപ മുടക്കിയിരിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ടവർ അവിടെ വന്നില്ല. അവിടെ തിരുവനന്തപുരത്തെങ്ങാണ്ടുള്ള HR-ന്റെ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, ഒരാൾ വന്നു. അയാളത്തിൽ എത്ര തൊഴിലാളികൾ ഇപ്പോൾ ഉണ്ട്? ഇവിടെ എല്ലാം കൂടെ 100 തൊഴിലാളികളുണ്ട്, സ്ത്രീകളും എല്ലാം കൂടെ. അതെ, ക്ലീനിങ്, സെക്യൂരിറ്റി, ഇതെല്ലാം നമ്മുടെ ഈ നാട്ടിലുള്ള ആളുകളാണ്. അല്ല, അങ്ങനെയൊന്നും പറയാനൊക്കത്തില്ല. തിരുവനന്തപുരം പലയിടത്തും ഉള്ളവരുണ്ട്, അമ്പലംകുന്നുണ്ട്, ഇളമാടുണ്ട്, അഞ്ചലുണ്ട്, തിരുവനന്തപുരത്തുള്ളവരുണ്ട്. ഇവിടെ ഉള്ളവരെ എടുക്കാം എന്ന് പറഞ്ഞാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. നാട്ടുകാർക്ക് ജോലി എന്നുള്ളതായിരുന്നു ഒരു. താങ്കൾ ഏത്? ഞാൻ CAT-ന്റെ ചുമതലക്കാരനാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മളിത് 20% ബോണസ് ഇവിടെ കൂട്ടി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ കത്ത് കൊടുത്തത്. അത് എന്നാൽ അവരത് ഒരാഴ്ചയോളം വെച്ചിരുന്നിട്ട് മെനങ്ങാന്നാണ് DLO നമുക്ക് അറിയിപ്പ് വരുന്നത്. ബന്ധപ്പെട്ട ആരും അവിടെ വന്നില്ല. അവസാനം നമ്മൾ 20% അവസാന ദിവസമാണല്ലോ ഓണത്തിന്റെ 20% ഉപേക്ഷിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത ബോണസ് കൃത്യമായി 12,000 രൂപ അത് കൃത്യമായി കൊടുക്കുക. ബാക്കിയുള്ളതെല്ലാം നമ്മൾക്ക് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ഓണം കഴിഞ്ഞിട്ട് ആ രീതിയിൽ വളരെ യൂണിയൻകാര് ഈ ഒരു പ്രശ്നത്തിലേക്ക് പോകേണ്ട ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് നമ്മൾ ഇന്നേവരെ അതിന് ഒട്ടനവധി കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഓണമാണ്, എല്ലാവർക്കും തിരക്കാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം കൊടുത്ത 12,000 രൂപ ബോണസ് മുഴുവൻ ആൾക്കാരും കൊടുക്കുക. കൊടുത്തതിന് ഈ പ്രശ്നം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോലും അവര് ഹാജരിന്റെ അടിസ്ഥാനത്തിൽ വേതനം കൂട്ടിയിട്ട് അതനുസരിച്ച് ആനുപാതികമായ ബോണസ് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 12,000 രൂപ മേടിച്ച ക്ലീനിംഗ് സ്റ്റാഫുകൾക്ക് ഇപ്പൊ 4,000 രൂപയും കിട്ടാത്ത അവസ്ഥ. അതുകൊണ്ടാണ് നമ്മൾ എന്നിട്ട് അതിന് ബന്ധപ്പെട്ട് 12,000 രൂപ വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടും കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത 12,000 വെച്ച് കൊടുക്കാൻ 3 യൂണിയനും കൂടെ സംയുക്തമായി കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും അത് കൊടുക്കുന്നില്ല. ഒരു നിർദ്ദേശം വെച്ചു. ഞങ്ങള് ഈ സമരവും മറ്റൊന്നും വേണ്ട, നാടിന്റെ ഒരു വലിയ വികാരമല്ലേ, ഓണമല്ലേ, അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം കൊടുത്തത് അത് കൊടുത്തു. ഒരു ഡിമാൻഡും വെച്ചു. താങ്കൾ മണ്ഡല സെക്രട്ടറി ഒരു 2018-19 വർഷങ്ങൾ വലിയ വെള്ളപ്പൊക്കമായതുകൊണ്ട് ഒരു ശമ്പളവർദ്ധന നടന്നിരുന്നു. അതിനുശേഷം കോവിഡായി. അപ്പോഴും നമ്മൾ ഒരാവശ്യം ഉന്നയിച്ചില്ല. കഴിഞ്ഞ വർഷമാണ് ഈ തുടങ്ങിയതിന് ശേഷം 10 വർഷത്തിന് ശേഷം കഴിഞ്ഞ വർഷമാണ് ഒരു ശമ്പളവർദ്ധന വരുത്തിയത്. അപ്പൊ അന്ന് ഉണ്ടാക്കിയ ധാരണയാണ് ഈ പറയുന്ന ബോണസ്. ഞങ്ങൾ അതേ പറഞ്ഞോളൂ, നിങ്ങൾ കഴിഞ്ഞ വർഷം കൊടുക്ക്, നിങ്ങൾ പുതിയ ഒരു ഡിമാൻഡും വെച്ചില്ല. ഡിമാൻഡ് 20% വെച്ചിട്ട് പോലും അത് ഉപേക്ഷിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം, ഈ ഓണം സമയത്ത് 60 രൂപ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. അത് വരുന്നവർക്ക് 550 രൂപയാണ് ഇവിടെ ടിക്കറ്റിന്റെ നിരക്ക്. 610 രൂപയാണ് ഇപ്പൊ മേടിക്കുന്നത്. അല്ല, ഈ പൈസ ഈ മാസത്തെ വരുമാനത്തിൽ തന്നെ ഒരു 10-20 ലക്ഷം രൂപയുടെ വർദ്ധന ഈ പൈസ ഉണ്ടാവും. ഈ വർദ്ധിപ്പിച്ച പൈസ അതിന്റെ 4-1 ഈ കൊടുത്താൽ ഈ ബോണസ് പ്രസിഡന്റ് നമുക്ക് തൊഴിലാളികളുമായിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഈ നിൽക്കുന്ന മുഴുവൻ തൊഴിലാളികൾ ജഡായു ടൂറിസം പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിന്റെ അഭിമാനകരമായ ഒരു പദ്ധതിയാണ്. നമ്മുടെ ഈ ചടയമംഗലത്തുകാരെ കുറിച്ച് പറയുകയാണെങ്കിലും നമ്മുടെ എല്ലാം തന്നെ ഒരു അഭിമാനകരമായ ഒരു ടൂറിസം പദ്ധതിയാണ് ഈ ജഡായു ടൂറിസം എന്ന് പറയുന്നത്. വളരെ വിജയകരമായി തന്നെയാണ് ഈ ടൂറിസം പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഇത്രയും വലിയൊരു വിജയമെന്നുള്ള നിലയിൽ ഈ ടൂറിസം പദ്ധതി മുന്നോട്ട് പോകുമ്പോഴും ഇവിടുത്തെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതിയായ ഒരു ശമ്പള വർധനവോ അല്ലെങ്കിൽ
എന്റെ പൊന്നു സാറേ, ഈ പാവങ്ങൾ ഇപ്പോ പണിയാതെ വെളിയിൽ നിന്നത് ഈ നമ്മളിപ്പോ ഇത്രയും തൊഴിലാളികൾ നമ്മുടെ കൂടെ നിൽക്കിയ തൊഴിലാളികൾ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ നാളെ കഴിഞ്ഞ് അക്കൗണ്ട് മറ്റന്നാൾ ഇട്ടാൽ ആ പൈസ എടുത്തു തരാനുള്ള ബാധ്യത ഞങ്ങള് 4 ദിവസം പൈസ ഇറങ്ങിയാൽ ആ പൈസ പിടിക്കണല്ലേ? ആ ട്രഷി അടയ്ക്കുന്നതിന്റെ അന്ന് എന്റെ പൈസ ഓണോ അത്രേ ഉള്ളൂ കാര്യം. ക്യാഷായിട്ട് രാജീവൻ ആര് നമ്മുടെ എറണാകുളത്തെ ഇവിടെ ഉണ്ടോ? ഓണത്തിനൊക്കെ ഇച്ചിരി പൈസ കൊടുക്കാതിരുന്നാൽ അയാളുടെ നമ്പർ ഉണ്ട്. അയാളുടെ നമ്പർ ഉണ്ട്. ഉൾപ്പെടെ പ്രഖ്യാപിച്ചത് നമ്മുടെ ഇന്നലെ DLO ഓഫീസിൽ വെച്ച് ചർച്ച അടച്ചപ്പോൾ 20% കൂടെ വർധനമാണ് ആവശ്യപ്പെട്ട് കൊടുത്തത്. അവസാന സമയമായതുകൊണ്ട് നമുക്ക് ഇന്നലെ അവിടെ ഒരു ചർച്ചയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യനെ ഇവിടുന്ന് കണ്ടില്ല. എന്നിട്ട് പോലും നമ്മൾ അവസാന ഘട്ടത്തിൽ നാളെ തിരുവോണമാണ്, ഇന്ന് ഉത്തരാടമാണ്, ഇത് ഈ ബാങ്കിന്റെ എല്ലാം വിഷയങ്ങളുള്ളതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത ബോണസ് കൃത്യമായി എല്ലാവർക്കും 12,000 വെച്ച് കൊടുക്കണമെന്ന രീതിയിൽ പറഞ്ഞിട്ട് അത് ധാരണയാവാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് വന്നത്. ഇപ്പോൾ അതിന്റെ മാനേജ്മെന്റിന്റെ ആൾക്കാർ ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം ബോണസ് കൊടുത്ത മുഴുവൻ ആൾക്കാർക്കും, അതായത് 30,000 വരെ ശമ്പളമുള്ള മുഴുവൻ ആൾക്കാർക്കും 12,000 വെച്ച് ബോണസ് കൊടുക്കുക. 30,000-ൽ പുറത്തുള്ളവരെ നമ്മൾ വീണ്ടും ഇന്നിവിടെ ചർച്ചയ്ക്ക് പന്നമണിക്ക് വെച്ചിട്ടുണ്ട്. അവരെ ഉത്സവത്തെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അതും പരിഹരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവർക്കിപ്പം ഈ 12,000 രൂപ ബോണസ് ഈ ബാങ്കിന്റെ ചില വിഷയങ്ങൾ അവധിയായതുകൊണ്ട് 6,000 രൂപ വെച്ച് ഇന്നിപ്പം കൊടുക്കും. അന്ന് തന്നെ കൊടുക്കും, പൈസയായിട്ട് കൈ തരും. 18-ാം തീയതി നിങ്ങൾ അക്കൗണ്ടിൽ ഈ പൈസ മൊത്ത പൈസ വരുമ്പോൾ ഈ 6,000 രൂപ തിരിച്ചു കൊടുക്കുക. ആ രീതിയിൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഈ സമരം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകും. അതോടൊപ്പം തന്നെ തുടർന്നും ഈ യൂണിയൻ എന്ന നിലയ്ക്ക് എല്ലാ കാര്യങ്ങൾക്കും നമ്മളെല്ലാം നിങ്ങളെ കൂടെ ഉണ്ടാവും എന്ന് മാത്രം. അതോടൊപ്പം തന്നെ ഈ ഫോറമുകാരെ ഒരു ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ നിർത്തിയിരിക്കുക. അവരൊന്നും ഒരു യൂണിയനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ തിരിച്ചുവിടും എന്ന രീതിയിൽ അവരുൾപ്പെടെ ഉള്ളവരെ നമ്മൾ തുടർന്ന് സഹകരിപ്പിച്ചുകൊണ്ട് അവരെ ആവശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പരിഗണിച്ച് മുമ്പോട്ട് പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ കൂടെ കാണും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് വേണ്ടി വളരെ ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുന്ന യൂണിയനുകളാണ് ഈ പ്രവർത്തനം. ഇന്നലെ DLO ഓഫീസിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ ബഹുമാനപ്പെട്ട CITയുടെയും AITUസിന്റെയും നേതാക്കൾ പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമ്മൾ ഇന്നലെ കൊല്ലം ലേബർ ഓഫീസിൽ ചർച്ച നടത്തി. പക്ഷേ പല കാരണങ്ങളാൽ ആ ചർച്ച വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. ആ ചർച്ചയിൽ ഞങ്ങൾ ബഹിഷ്കരിച്ചു വരികയാണുണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട അതുല്യ രാജീവണ്ണൻ ഇടപെട്ടുകൊണ്ട് ഒരു മധ്യസ്ഥ ചർച്ച നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നേ ദിവസം തന്നെ എല്ലാ തൊഴിലാളികൾക്കും നമ്മൾ തീരുമാനിച്ചതിന്റെ പകുതി ശമ്പളം ക്യാഷായിട്ട് കൈത്തരും. ബോണസ് ശമ്പളമല്ല, ബോണസ് പകുതി പൈസ ഇന്ന് തന്നെ തരികയും ബാക്കി പൈസ നിങ്ങൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നിങ്ങൾക്ക് ബോണസ് നിങ്ങൾ അക്കൗണ്ടിൽ വരുമ്പോൾ ഈ പൈസ നിങ്ങൾ റിട്ടേൺ ചെയ്യണമെന്നുള്ള വ്യവസ്ഥയോടുകൂടിയാണ് തരുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യണം. അതുകൂടാതെ എനിക്ക് പറയാനുള്ളത് സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. ഇവിടെ ഫോർമം എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ഇവിടെ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിരവധിയായ നിയമങ്ങൾ, തൊഴിൽ നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. ഇവിടെ ഏതൊരു തൊഴിലാളിക്കും തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുവാനും സംഘടനാ പ്രവർത്തനം നടത്തുവാനും സ്വാതന്ത്ര്യമുണ്ട്. കേരള പോലീസിൽ പോലും യൂണിയനുണ്ട്. അതുപോലെ എല്ലാ ഓഫീസുകളിലും എല്ലാ തൊഴിൽശാലകളിലും യൂണിയനുണ്ട്. ഇവിടെ ഫോർമം എന്ന് പറയുന്ന കമ്പനി അവരുടെ ജീവനക്കാരെ വിരട്ടി നിർത്തിക്കൊണ്ട് അവർ ജോയിൻ ചെയ്യുമ്പോൾ ഒരു പേപ്പറിൽ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ തൊഴിൽപരമായ സംഘം ചേരാൻ പാടില്ലാതെ എഴുതി മേടിച്ചുകൊണ്ട് നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് നടത്തുന്നത്.